ചിന്നക്കനാലിലെ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയെ വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ സന്ദർശിച്ചു. കാട്ടാന ആക്രമണത്തിൽ മരിച്ച ചിന്നക്കനാൽ സിംഗകണ്ഠം സ്വദേശിനി മാരിയുടെ മകൻ രക്ഷൻ കിടക്കുന്ന 25-ാം വാർഡിലെത്തിയ മന്ത്രി കുട്ടിയുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും ഒപ്പമുണ്ടായിരിക്കുമെന്ന് ബന്ധുക്കൾക്ക് ഉറപ്പു നൽകി. രക്ഷൻ്റെയും സഹോദരി രക്ഷണയുടെയും പേരിൽ 2.5 ലക്ഷം രൂപ വീതം ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടതിലെ ബാങ്ക് രേഖകൾ മന്ത്രി കൈമാറി. കുട്ടികൾക്ക് എല്ലാ മാസവും 5000 രൂപ വീതം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്നലെ കുഞ്ഞിൻ്റെ മൂത്ത ചേച്ചി വന്നതോടെ വളരെ ഹാപ്പിയായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ചെറിയൊരു ടെമ്പറേച്ചർ ഉണ്ട്. അതുകൂടെ പരിശോധിച്ചിട്ട് എല്ലാ നിലയിലും ആ ട്രോമയിൽ നിന്ന് കുഞ്ഞ് മുക്തമായിട്ടില്ല. എല്ലാം പരിശോധിച്ചിട്ട് ഒരു 100% സേഫായി എന്ന് ബോധ്യപ്പെട്ടിട്ടായിരിക്കും ഡിസ്ചാർജ്. ഞാൻ ഈ കുഞ്ഞിനെ കഴിഞ്ഞ ആഴ്ച മുതൽ ഓരോ ദിവസം ഡിസ്ചാർജ് ചെയ്തേക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നു. ചിന്നക്കനാലിൽ പോയി അവരുടെ വീട്ടിൽ പോയി കണ്ട് ചില കാര്യങ്ങൾ പറയണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. വളരെ നിർഭാഗ്യകരമായൊരു സംഭവം ഉണ്ടായി. പക്ഷേ ഗവൺമെൻറ് മുൻപത്തേതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ മാതൃകാപരമായി ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. കാരണം ഈ കുഞ്ഞിൻ്റെ അച്ഛൻ മരിച്ചതാണ്. അമ്മയോട് പോയതോടെ 2 കുഞ്ഞുങ്ങൾ അനാഥമാകും. പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നാൽ അവർക്ക് അർഹതയുള്ള 50% തുക ഇപ്പോൾ തന്നെ 2 മക്കളുടെ പേർക്കായിട്ട് FD ഇടുകയും അതിൻ്റെ ഇൻട്രസ്റ്റ് അവർക്ക് കിട്ടത്തക്ക നിലയിലൊരു സംവിധാനം ചെയ്യും. മാത്രവുമല്ല 18 വയസ്സ് തികയുന്നതിനും വരെ ഇവർക്ക് ആവശ്യമുള്ള റേഷൻ സാധനങ്ങളെല്ലാം വീട്ടിലേക്ക് ആവശ്യമുള്ള കുഞ്ഞുങ്ങളുടെ എല്ലാ റേഷൻ സാധനങ്ങളും നമ്മൾ എത്തിച്ചു കൊടുക്കും. എല്ലാ മാസവും 5000 രൂപ കുട്ടികളുടെ ചെലവിന് കൊടുക്കും. സ്കൂളുമായി ബന്ധപ്പെട്ട ഫീസും പഠനത്തിനുമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അവിടുത്തെ ഒരു സീനിയർ ഓഫീസറെ കുട്ടികളുടെ മെൻറ്ററായി അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ 18 വയസ്സാകുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്ന അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അവർക്ക് വീട്ടിൽ ചെന്ന് അവരുടെ നല്ല അന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ കുഞ്ഞ് വീണ്ടും ഹോസ്പിറ്റലിൽ തന്നെ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഞാൻ പരിക്കേറ്റ കുട്ടിക്ക് 18 വയസ്സ് തികയുന്നതുവരെ റേഷൻ സാധനങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TG ജേക്കബ്, ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരായ ഡോക്ടർ സദറുദ്ദീൻ അഹമ്മദ്, ഡോക്ടർ ഫ്രെഡറിക് പോൾ, ന്യൂറോ സർജറി വിഭാഗത്തിലെ ഡോക്ടർ സതീഷ് ചന്ദ്രൻ, ഡോക്ടർ ടിനു രവി, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ PP പ്രമോദ്, അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ജയചന്ദ്രൻ നായർ, ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ പ്രഫുൽ അഗർവാൾ എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു.